മടങ്ങി വരുമ്പോൾ മലപ്പുറം പൊന്നാനിയിൽ നിന്നും പോയ മത്സ്യബന്ധന ബോട്ടിൽ കപ്പലിടിച്ച് 2 മരണം. കാണാതായ പൊന്നാനി പള്ളിപ്പടി സ്വദേശി ഗഫൂറിന്റെയും അഴീക്കൽ സ്വദേശി സലാമിന്റെയും മൃതദേഹമാണ് കണ്ടെടുത്തത്. അപകട സമയത്ത് 4 പേരെ കപ്പൽ ജീവനക്കാർ രക്ഷപ്പെടുത്തിയിരുന്നു. പൊന്നാനിയിൽ നിന്നും വെള്ളിയാഴ്ച രാത്രി മത്സ്യബന്ധനത്തിന് പോയ അഴീക്കൽ സ്വദേശി നൈനാറിന്റെ ഉടമസ്ഥതയിലുള്ള ഇസ്ലാഖ് ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. കിട്ടണില്ല ശരിക്കും. TV അനുമോദാണ് നമുക്കിപ്പോൾ ചേരുന്നത്. അനുമോദ്, ഇന്ന് പുലരുന്നത് ഈ ദുരന്ത വാർത്ത കേട്ടുകൊണ്ടാണ്. എല്ലാവരെയും 2 പേരുടെ മരണം, അതിന് അപ്പുറം മറ്റുള്ളവ എല്ലാവരെയും രക്ഷപ്പെടുത്തിയോ? നിലവിൽ അവിടുത്തെ സാഹചര്യം എന്താണ്? ഒപ്പം ഈ അപകടത്തിന് വഴിവെച്ച സാഹചര്യം, അത് സംബന്ധിച്ച എന്തെങ്കിലും റിപ്പോർട്ടുകൾ ലഭ്യമോ? സജിത്ത്, പുലർച്ചെ 1 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ 6 പേർ മാത്രമായിരുന്നു ബോട്ടിലുണ്ടായിരുന്നത്. ഇതിൽ അപകടത്തിൽപ്പെട്ടതിന് ശേഷം ബോട്ട് 2ആയി പിളരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 4 പേരെ കപ്പൽ ജീവനക്കാർ രക്ഷപ്പെടുത്തി. 2 പേർ ഈ ബോട്ടിന്റെ അവശിഷ്ടങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. തുടർന്ന് പുലർച്ചെ നടത്തിയ പരിശോധനയിലാണ് ഈ ബോട്ടിന്റെ അവശിഷ്ടങ്ങൾക്കടിയിൽ കുടുങ്ങിക്കിടന്ന 2 പേരുടെ മൃതശരീരം കണ്ടെത്തിയത്. അവരുടെ മൃതദേഹം ഇപ്പോൾ പൊന്നാനിയിലേക്ക് കൊണ്ടുവന്നുണ്ട്. പൊന്നാനി ജില്ലാ ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കോസ്റ്റൽ പോലീസിൽ നിന്നും അതുപോലെ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളിൽ നിന്നൊക്കെ ലഭ്യമായ വിവരം, ഇതിൽ ഈ ഒരു മേഖല ഇന്ത്യൻ കപ്പലുകൾക്ക് പോകാൻ അനുമതിയുള്ള ഒരു മേഖലയിലാണ് ഇപ്പോൾ ഈ അപകടം നടന്നിട്ടുള്ളത്. അത് ഏകദേശം ഒരു 15-12 നോട്ടിക്കൽ മൈലിനപ്പുറത്താണ് ഈ ഒരു അപകടം നടന്നിട്ടുള്ളത്. അത് ഇന്ത്യൻ ഷിപ്പുകൾക്ക് ആ വഴി സഞ്ചരിക്കാനുള്ള അനുവാദമുണ്ട്. അപ്പോൾ അത് കപ്പലുകൾക്ക് വരാൻ കഴിയാത്ത അല്ലെങ്കിൽ വരാൻ അനുവാദമില്ലാത്ത പാതയാണെന്ന് പറയാനാകില്ല എന്നാണ് കോസ്റ്റൽ പോലീസിൻ്റെ ഭാഗത്തും നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. പിന്നെ ഈ നടന്ന അപകടത്തെക്കുറിച്ച് 2 തരത്തിൽ പറയുന്നുണ്ട്. ഇത് രാത്രി ആയതുകൊണ്ട് തന്നെ ഈ കപ്പലിലുള്ളവർക്ക് ബോട്ട് കാണാൻ സാധിച്ചില്ല. ഒരുപക്ഷെ ബോട്ട് യന്ത്ര തകരാറ് കാരണം നിർത്തിയിട്ടതാകാം, അല്ലെങ്കിൽ മത്സ്യബന്ധനത്തിന് ശേഷം വിശ്രമിക്കുകയായിരിക്കാം. അങ്ങനെ ബോട്ട് പെട്ടെന്ന് കാണാൻ കഴിയാതെ വന്ന് ഇടിക്കുകയായിരുന്നു എന്നാണ് ഈ കോസ്റ്റൽ പോലീസിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു വിവരം. ഈ സംഭവം നടന്നത് ചാവക്കാട് തീരത്തിനടുത്തായതുകൊണ്ട് തന്നെ ചാവക്കാട് കോസ്റ്റൽ പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അവർ ഈ ബോട്ടിനെതിരെ ഈ കപ്പൽ ജീവനക്കാർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് എന്നൊരു വിവരവും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അശ്രദ്ധമായിട്ടുള്ള ഈ ഒരു സഞ്ചാരത്തിനും അപകടം വരുത്തി വെച്ചതിനുമാണ് കേസെടുത്തിട്ടുള്ളത് എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്നാലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ അന്വേഷണം ഇനി ചാവക്കാട് കോസ്റ്റൽ പോലീസിന്റെ ഭാഗത്തു നിന്നായിരിക്കും ഉണ്ടാവുക. അനുമോദ് സൂചിപ്പിച്ചതുപോലെ സാഹചര്യം അതാണ്. ഈ പൊന്നാനി ബോട്ടപകടത്തിൽ കപ്പൽ ജീവനക്കാർക്കെതിരെ കേസെടുത്തു എന്ന സുപ്രധാന വിവരമാണ് പുതിയതായി വരുന്നത്. അലക്ഷ്യമായി കപ്പൽ ഓടിച്ചതിനും ജീവഹാനി വരുത്തിയതിനുമാണ് കേസെടുത്തിരിക്കുന്നത്. കപ്പൽ കസ്റ്റഡിയിലെടുക്കുമെന്നും കോസ്റ്റൽ പോലീസ് അറിയിക്കുന്നു എന്നതാണ് അനുമോദ് പറഞ്ഞത് ശരിവെക്കുകയാണ്. ഇപ്പോൾ കോസ്റ്റൽ പോലീസും ചാവക്കാട് കോസ്റ്റൽ പോലീസാണ് ഈ വിഷയം അന്വേഷിക്കുന്നത്. ഇതിൽ സ്വാഭാവികമായും ഈ അലക്ഷ്യമായി വാഹനം ഓടിച്ചതുകൊണ്ട്, ഈ കപ്പൽ ഓടിച്ചത് കൊണ്ടാണ്
ഇത്തരമൊരു ദുരന്തത്തിന് ഇടവച്ചതോ എന്ന പ്രാഥമിക വിലയിരുത്തലിലേക്ക് എത്തിക്കഴിഞ്ഞു കോസ്റ്റൽ പോലീസ്. അങ്ങനെയല്ലേ അനുമോദ്? ക്രമം എന്ന് മാത്രമേ അതിനെ വിലയിരുത്താൻ കഴിയുകയുള്ളൂ. ഇതിന്റെ കാര്യകാരണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിന് ശേഷമേ ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള മറ്റ് വകുപ്പുകൾ ചുമത്തുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ കോസ്റ്റൽ പോലീസിന്റെ ഭാഗത്തു നിന്നും നമുക്ക് പ്രാഥമികമായിട്ട് ലഭിച്ച ഒരു വിവരം, ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുമ്പോൾ സാധാരണ ചുമത്തുന്ന കുറ്റങ്ങൾ തന്നെയാണ് ഈ ലക്ഷ്യമായി കപ്പലോടിച്ചതും മറ്റ് ഇതിന് കാരണമാക്കിയതും. പക്ഷേ ഇതിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്, അതിൽ സാധാരണഗതിയിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർ ഈ കപ്പലുകൾ വരുമ്പോൾ അത് ശ്രദ്ധിച്ച് മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ ബോട്ടുകൾ അവിടുന്ന് മാറ്റുന്ന ഒരു പതിവ്. കാരണം ഇത് കപ്പലുകൾ കടന്നു പോകുന്ന വഴിയിലേക്ക് ബോട്ടുകൾ സാധാരണ മത്സ്യബന്ധനത്തിന് പോകുന്നത് വളരെ കുറവാണ്. അങ്ങനെ പോയാൽ തന്നെ ഇത് വരുമ്പോൾ മാറ്റുന്ന ഒരു പതിവുണ്ട്. ഒരുപക്ഷെ രാത്രി ആയതുകൊണ്ടാകാം ഇതിന് സാധിക്കാതിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ എന്തെങ്കിലും യന്ത്ര തകരാറ് ബോട്ടിന് ഉണ്ടായിട്ടുണ്ടോ എന്നും പറയാനാകില്ല. ആ ഒരു സാഹചര്യത്തിൽ കപ്പൽ വന്ന് ഇടിക്കുകയായിരുന്നു എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കപ്പൽ അലക്ഷ്യമായി ഓടിച്ചതിനും ജീവഹാനി വരുത്തിയതിനും ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇത് ആദ്യ നടപടിക്രമമാണ്. ഇനി ഇതിനെ തുടർന്ന് മറ്റെന്തൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കും. അതിന്റെ ഈ ബോട്ടിൽ ഉണ്ടായിരുന്നവരുടെ മൊഴികൾ കൂടി കേട്ടതിന് ശേഷം, കപ്പൽ ജീവനക്കാരുടെ മൊഴികൾ കൂടി കേട്ടതിന് ശേഷമേ ഇതിന്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് എന്താണെങ്കിലും അധികൃതർ കടക്കുകയുള്ളൂ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ കപ്പൽ കടന്നു പോകുന്ന വഴിയിലൂടെ തന്നെയാണ് ഈ കപ്പൽ സഞ്ചരിച്ചിട്ടുള്ളത് എന്നാണ് പ്രാഥമികമായിട്ട് ലഭിച്ചിട്ടുള്ള വിവരം. രണ്ടാമതായിട്ട് ഈ മേഖലയിലേക്ക് ബോട്ടുകൾ പോകാറുണ്ട്, മത്സ്യബന്ധനത്തിന് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് സാധാരണ ഈ ബോട്ടുകളും കപ്പലുകളും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു മേഖലയാണ്. കപ്പലുകൾ വരുമ്പോൾ ബോട്ടുകൾ മാറുന്ന ഒരു സാഹചര്യമാണ് സാധാരണ അവിടെ ഉണ്ടാകാറുള്ളത്. രാത്രി ആയതുകൊണ്ട്, ഇരുട്ടായതുകൊണ്ട് ഒരു പക്ഷേ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ അധികൃതർക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഇതുതന്നെയാണെങ്കിലും വലിയ ഒരു ദുരന്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ പേർക്ക് ജീവഹാനി സംഭവിച്ചിട്ടില്ല എന്നത് മാത്രമാണ് ഇതിൽ ആശ്വസിക്കാവുന്ന ചെറിയ ഒരു കാര്യം. ഈ 6 പേർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 4 പേരെ രക്ഷപ്പെടുത്തി. 2 പേരുടെ മൃതശരീരമാണ് ഇപ്പോൾ പൊന്നാനി ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികളും മറ്റും പുരോഗമിക്കുക. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ചാവക്കാട് കോസ്റ്റൽ പോലീസായിരിക്കും നടത്തുക. സജിത്ത്, സംസ്ഥാനത്ത് മുമ്പും ഉണ്ടായിട്ടുണ്ട് മത്സ്യബന്ധന ബോട്ടിൽ ഇത്തരത്തിൽ കപ്പലിടിച്ചുകൊണ്ടുള്ള അപകടം. അത് വലിയ ദുരന്തങ്ങൾക്കും ഇടവെച്ചിട്ടുണ്ട്. എന്തായാലും ഈ പൊന്നാനി സംഭവത്തിൽ കോസ്റ്റൽ പോലീസ് കേസെടുത്തിരിക്കുന്നു. കപ്പൽ അലക്ഷ്യമായി കപ്പൽ ഓടിച്ചതിനും ജീവഹാനി വരുത്തിയതിനുമാണ് കേസെടുത്തിരിക്കുന്നത്. 1:30 ഈ സംഭവം. നമ്മുടെ തീരത്തു നിന്നും 33 നോർത്തിലും 48 ഈസ്റ്റിലും ഇടയ്ക്കാണ് ആ ഒരു സ്ഥലത്താണ്. നമ്മൾ സാധാരണ നോർത്തും ഈസ്റ്റും വെച്ചാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വെച്ചാണ് സംഭവം നടക്കുന്നത്. പൊന്നാനിയിൽ നിന്ന് പോയ ബോട്ടാണ്. 6 ആൾക്കാരോളം ഉണ്ടായിരുന്നു. അതിനകത്ത് 6 പേരെ റെസ്ക്യൂ ചെയ്യാൻ പറ്റി. ഒരു ഇന്ത്യൻ ബോട്ടാണ് ആ ബോട്ടിനെ ഇടിച്ചിട്ടുള്ളത്. 2 പേരാണ് അപകടത്തിൽ പെട്ടിട്ടുള്ളത്. അപ്പോൾ 2 പേരുടെയും ബോഡി കിട്ടിയിട്ടുണ്ട്. ഒരാളുടെ ബോഡി ഇപ്പോൾ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഒരാളുടെ ബോഡി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അപകടം ഉണ്ടായത് എങ്ങനെയാണ്? ഈ കപ്പലിലുണ്ടായിരുന്ന ആളുകൾ എങ്ങനെ? അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ കപ്പൽ ഇടിച്ചതാണെന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. എങ്ങോട്ട് പോകുന്നത് അതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പൂർണ്ണമായിട്ട് നമുക്ക് പറയാറായിട്ടില്ല. അവര് കുഴപ്പമൊന്നുമില്ല. രക്ഷപ്പെട്ട ആൾക്കാർക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ബോട്ട് തകർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആദ്യം കൊണ്ടുവന്ന ആൾക്ക് കുറച്ച് വയറുഭാഗത്ത് കുറച്ച് ഇഞ്ചറി കൂടുതലുള്ളത്. അത് സ്വകാര്യ ബോട്ടാണ്. മറ്റേ കപ്പല് സ്വകാര്യ കപ്പലാണെന്നാണ് അറിഞ്ഞത്. ഇന്ത്യൻ കപ്പൽ തന്നെയാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല. അത് ബോട്ട് ഇടിച്ചപാടേക്ക് ബോട്ട് പൊളിഞ്ഞു പോയി. അനുമോദ്, നേരത്തെയും സംസ്ഥാനത്ത് ഈ മത്സ്യബന്ധന ബോട്ടുകളിൽ വലിയ കപ്പൽ വന്നിടിച്ച് വലിയ ദുരന്തങ്ങൾ ഇടവെച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ മത്സ്യബന്ധനത്തിന് പോകുന്നവർ പൊതുവിൽ നേരിടുന്ന ഒരു വെല്ലുവിളിയാണിത്. ഇതിൽ കോസ്റ്റൽ പോലീസിന്റെ പരിശോധനയിൽ ഇത് കപ്പലിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വീഴ്ചയെ അങ്ങനെ തന്നെയാണോ കണ്ടെത്തിയിരിക്കുന്നത്? അതിനപ്പുറത്തേക്ക് മത്സ്യബന്ധന ബോട്ട് കടന്നുപോയ മേഖലയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അങ്ങനെ എന്തെങ്കിലും വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടോ?
ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധേയമായിട്ട് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം. ഒന്നാമതായിട്ട് കോസ്റ്റൽ പോലീസിൻ്റെ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. കോസ്റ്റൽ പോലീസിൻ്റെ ഉദ്യോഗസ്ഥർ പറഞ്ഞ ഒരു കാര്യം ഈ രണ്ട് തരത്തിലാണ്. അനുവാദമില്ലാത്ത ഇടത്തേക്ക് അല്ലെങ്കിൽ അനുവാദമില്ലാത്ത റൂട്ടിലൂടെ പാതയിലൂടെ കപ്പൽ സഞ്ചരിച്ച് അപകടം വരുത്തുന്നതും കപ്പലിന് കടന്നു പോകാൻ അനുവാദമുള്ള ഒരിടത്ത് ഈ ബോട്ട് അപകടം സംഭവിക്കുന്നത് രണ്ട് തരത്തിൽ തന്നെ വേണം കാണുക. ഇതിൽ ആദ്യത്തെ കാര്യം എടുത്തു നോക്കുമ്പോൾ ഈ ഒരു കപ്പൽ കടന്നു പോയിട്ടുള്ളത് ഇന്ത്യൻ കപ്പലുകൾക്ക് പോകാൻ അനുവാദമുള്ള മേഖലയിലൂടെയാണ്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് സാധാരണഗതിയിൽ ബോട്ടുകൾ അവിടെ മീൻ പിടിക്കാൻ പോകുന്നതാണ്. പക്ഷേ കപ്പലുകൾ വരുമ്പോൾ അവർ സുരക്ഷിതമായി മാറുന്നതാണ് പതിവ്. അപ്പോൾ ഇവിടെ കപ്പലിൽ വരുമ്പോൾ ബോട്ടിന് മാറാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രാത്രിയാണ്, ഒരുപക്ഷെ ഇരുട്ടായിരിക്കാം, ഒരുപക്ഷെ ഈ കപ്പൽ വരുന്നത് ബോട്ട് കണ്ടിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അവിടെ അത്തരത്തിൽ എന്തെങ്കിലും യന്ത്ര തകരാറുണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അത് എന്താണ് എന്നുള്ള കാര്യത്തിലാണ് വ്യക്തത വരുത്തേണ്ടതുള്ളത്. രണ്ടാമതായിട്ട് മത്സ്യബന്ധനത്തിന് പോകുന്നവർ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യം, ഈ കപ്പലുകൾ വരുമ്പോൾ അവർ ഈ ചിലപ്പോൾ അനുവദിക്കപ്പെട്ട രീതിയിലല്ല വരുന്നത് എന്ന തരത്തിലുള്ള ഒരു അഭിപ്രായമാണ് മത്സ്യബന്ധനത്തിന് പോകുന്നവർ സാധാരണയായിട്ട് ഉന്നയിക്കുന്നത്. പക്ഷേ ഈ ഇന്ത്യൻ ഈ ഒരു തീരത്തോട് ചേർന്ന് അനുവാദമുള്ള ഇടത്തിലൂടെയാണ് കപ്പൽ പോയിട്ടുള്ളത് എന്ന് പ്രാഥമികമായിട്ട് ഈ ഒരു കോസ്റ്റൽ പോലീസ് വിലയിരുത്തുമ്പോൾ, ഇനി രണ്ടാമതായിട്ട് പരിശോധിക്കേണ്ടത് ബോട്ട് അവിടെ കൃത്യമായിട്ട് ആങ്കർ ചെയ്ത് കടക്കുകയായിരുന്നോ അതോ യന്ത്ര തകരാറ് വല്ലതും ഉണ്ടായിരുന്നോ, ഒരുപക്ഷെ മത്സ്യബന്ധനത്തിന് ശേഷം തിരിച്ചു പോരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നോ, വെളിച്ചം ഉണ്ടായിരുന്ന ബോട്ടിൽ എന്നീ കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടതുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനം രാത്രി ആയതുകൊണ്ട് തന്നെ ഈ ബോട്ടിൽ വെളിച്ചം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം കണ്ടെത്തേണ്ടതുണ്ട്. അത് കപ്പൽ ജീവനക്കാരുടെ മൊഴിയെടുത്തതിന് ശേഷമേ ആ കാര്യം വ്യക്തമാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ബോട്ടിൽ വെളിച്ചമില്ലാത്തൊരു സാഹചര്യവും ഈ കപ്പൽ ചാലിൻ്റെ അല്ലെങ്കിൽ കപ്പലുകൾക്ക് പോകാൻ അനുവാദമുള്ള ഇടത്തിലൂടെയാണ് കപ്പൽ പോയിട്ടുള്ളത് എന്ന് പോലീസ് കണ്ടെത്തുകയാണെങ്കിൽ അത് ഒരു വലിയ അതായത് നിയമലംഘനത്തിൻ്റെ പരിധിയിലേക്ക് വരുന്ന കാര്യമാകില്ല. നേരെ മറിച്ച് കപ്പൽ ജീവനക്കാരുടെ ഭാഗത്താണ് ഈ ഒരു അശ്രദ്ധമായിട്ടുള്ള കപ്പൽ ഓടിച്ചതിൻ്റെ പ്രശ്നമെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അത് കൂടുതൽ നിയമതർക്കങ്ങളിലേക്ക് പോകും. മാത്രമല്ല കപ്പലിൻ്റെ വേഗത, അത് ഈ ബോട്ട് കണ്ടിട്ടും അത് നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യമാണോ, ദിശ മാറ്റാൻ കഴിയാത്ത സാഹചര്യമാണോ എന്നുള്ള കാര്യങ്ങൾ കൂടി അന്വേഷിക്കേണ്ടത്. നമുക്ക് നിലവിൽ പ്രാഥമികമായിട്ട് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത് പറയുന്നത്. എന്താണെങ്കിലും തുടർ നടപടികൾ വരേണ്ടതുണ്ട്. പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തലിൽ ഈ അലക്ഷ്യമായി കപ്പൽ ഓടിച്ചു എന്നൊരു കുറ്റം തന്നെയാണ്, ഓടിച്ച് ജീവഹാനി വരുത്തിയെന്നൊരു കുറ്റം തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. നിയമലംഘനം അല്ലെങ്കിൽ നിയമപരമായിട്ട് അനുവദിക്കാത്ത വഴിയിലൂടെയല്ല കപ്പൽ ഓടിച്ചിട്ടുള്ളത് എന്ന കാര്യം മാത്രമാണ് ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിച്ച് പറയാവുന്ന ഒരു കാര്യം. യെസ്, അതാണ് സംഭവം. പൊന്നാനി സംഭവത്തിൽ എന്തായാലും കോസ്റ്റൽ പോലീസിന്റെ നടപടി ഉണ്ടാവുന്നു. കപ്പലിന്റെ ഗുരുതര പിഴവ് പറ്റി എന്നതാണ് പ്രാഥമികമായ നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തുടർ നടപടി കോസ്റ്റൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്.